ഇന്ന് സ്പെഷ്യൽ മീറ്റ് ദ എഡിറ്റേഴ്സാണ്. ഞാനും റിപ്പോർട്ടർ ടി വി എഡിറ്റർ ചീഫ് എം ഇ നികേഷ് കുമാറുമാണ് ഇപ്പോൾ ഫ്ലോറിലുള്ളത്. ഞങ്ങൾ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ മീറ്റ് ദ എഡിറ്റേഴ്സ് ആരംഭിച്ചത്. ഇപ്പോൾ എൻ്റെ കൂടെ ബാക്കിയുള്ളവരും കൂടെ വരും. അതിനു മുൻപ് റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ 14 വർഷമായി അതിന് തുടക്കകാലം തുടങ്ങി അതിന് ജന്മം നൽകിയ ശ്രീ എം വി നികേഷ് കുമാർ കഴിഞ്ഞ 28 വർഷത്തെ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് 14 വർഷം അദ്ദേഹം ഇന്ത്യ വിഷനിലായിരുന്നു. അതിനുശേഷമുള്ള 14 വർഷം റിപ്പോർട്ടർ ടി വിയിലായിരുന്നു. ആ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കാര്യമാണ്. ബ്രേക്കിംഗ് ന്യൂസുകൾ മാത്രം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ മാത്രം റിപ്പോർട്ടർ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന എം വി നികേഷ് കുമാർ ഇന്ന് ഞങ്ങളോട് വിട പറയുകയാണ്. ഞങ്ങളുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് നിന്ന് വിട പറയുകയാണ്. അപ്പം ആദ്യമായി തന്നെ മീറ്റ് ദ എഡിറ്റേഴ്സ് തുടങ്ങുന്ന കാലം തുടങ്ങി ആ മീറ്റ് ദ എഡിറ്റേഴ്സിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നട്ടെല്ല് എം വി നികേഷ് കുമാറായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വേറൊരു പ്രവർത്തന മേഖലയിലേക്ക് നികേഷ് കുമാർ പോവുകയാണ്. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ തന്നെ ആ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് കരുതിയത്. ശ്രീ എം വി നികേഷ് കുമാർ, താങ്കളുടെ പ്രവർത്തന മേഖല മാറുകയാണ് ഇനി. റിപ്പോർട്ടർ ടി വി അദ്ദേഹത്തിൻ്റെ താങ്കളുടെ കുഞ്ഞാണ്. അപ്പോൾ താങ്കളുടെ കുഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് താങ്കൾ വേറെ ഒരു പ്രവർത്തന മേഖലയിലേക്ക് പോവുകയാണ്. എന്ത് തോന്നുന്നു? തീർച്ചയായും ഒരു പുതിയൊരു കർമ്മരംഗം തേടി തന്നെയാണ് ഞാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിന് അറിയാവുന്നതുപോലെ എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ജനിച്ചു വീണ വീട് പോലും ഒരു പാർട്ടി ഓഫീസ് പോലത്തെ ഒരു വീടാണ്. പിന്നീട് ഞാൻ സജീവമായ സ്കൂൾ കോളേജ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയത്തിൽ സജീവമായി ഇറങ്ങുന്നതിനേക്കാൾ കൂടുതലായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്ന മേഖല എന്നുള്ള നിലയിലാണ് ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം എൻ്റെ മേഖലയായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുകയും ചെയ്തിരുന്നു. അത് ഇപ്പോൾ കോടതിയിലാണ് ആ വിഷയം നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതുപോലെ റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ച പോലെ 2010 ഈ കമ്പനിയോട് 2011 ചാനൽ സംപ്രേഷണം ആരംഭിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു നാൾ വഴികൾ എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായിരുന്നല്ലോ. ആദ്യഘട്ടത്തിൽ വളരെ ശക്തമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പിന്നീട് സാമ്പത്തികമായ ചില പരാധീനതകൾ മൂലം അല്പം പിന്നോട്ട് പോകേണ്ടി വന്നു. എന്നിട്ട് പോലും അത് പിടിച്ചു നിർത്താനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു പരിധിവരെ എനിക്ക് കഴിഞ്ഞു. പിന്നീട് എനിക്ക് നമ്മളൊക്കെ ആ ഘട്ടത്തിൽ തന്നെ അതിനു മുമ്പ് തന്നെ സഹകരിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷം അക്കാര്യത്തിലൊരു തീരുമാനം പൂർണ്ണമായും അതിൻ്റെ ഒരു മാനേജ്മെൻറ്റിൽ നിന്ന് പിന്മാറാനുള്ള ഒരു കാരണം ആൻഡ്രൂ അഗസ്റ്റിന് അറിയാവുന്നതുപോലെ ഇതിൻ്റെ നെറ്റ്വർത്ത് 20 കോടിയായി ഉയർത്തണമെന്നുള്ള MIB-യുടെ ഇത് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ നിലയിലുള്ളൊരു സാമ്പത്തികമായി കഴിവുള്ള ഒരാളല്ല ഞാൻ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ തീർച്ചയായും പൂർണ്ണമായും ഏൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആൻഡ്രൂ അഗസ്റ്റ്, റോയ് അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ, ആൻഡ്രൂ അഗസ്റ്റിൻ ഇവരുമായിട്ട് എനിക്ക് വളരെ നേരത്തെ തന്നെ വ്യക്തിപരമായ അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും എനിക്ക് വിശ്വാസമുള്ള, എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു മാനേജ്മെൻറ്റ് പ്രതിനിധികൾ എന്നുള്ള നിലയിൽ അവരെ ഞാൻ ആൻഡ്രൂ അഗസ്റ്റിനോട് തന്നെയാണ് പറയുന്നതെങ്കിൽ പോലും എനിക്കൊരു തേർഡ് പേഴ്സൺ എന്നുള്ള നിലയിൽ അത് വിശദീകരിക്കണമല്ലോ. അത് ആ മാനേജ്മെൻറ്റ് ഏൽപ്പിച്ചിട്ടുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എങ്ങനെയാണോ ഈ ടെലിവിഷൻ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിച്ചത് അതേപോലെ തന്നെ നിങ്ങൾ ഈ ടെലിവിഷൻ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പൂർണ്ണ വിശ്വാസം എന്നിലുള്ളത് കൊണ്ടാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ഒരുപക്ഷെ താങ്കൾക്ക് അറിയാമായിരിക്കാം, ഇന്ത്യയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ആൾ എൻ്റെ ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ അല്പം മാറ്റുകയാണെങ്കിൽ ഈ ടെലിവിഷൻ ചാനൽ പൂർണ്ണമായും ഏറ്റെടുത്ത് ലാഭത്തിലാക്കി തരാം എന്ന് വാഗ്ദാനം എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാരണം നമ്മളെ പൊളിറ്റിക്കൽ അഫിലിയേഷനൊന്നും നമുക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അതൊന്നും നമ്മൾ പരിഗണിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു എഡിറ്റോറിയൽ കാഴ്ചപ്പാട്, എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ പറയുക എന്നുള്ളതല്ല. സമൂഹത്തിന് വേണ്ടി പൂർണ്ണമായും ഒരു ടെലിവിഷൻ ചാനൽ അതിൻ്റെ പ്രവർത്തനം ഒഴിഞ്ഞു വെക്കുക എന്നുള്ളതാണ്.
അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോടോ മുന്നണിയോടോ നമ്മൾ അനുഭാവം കാണിക്കുക എന്നുള്ളതിൻ്റെ കാര്യത്തിലല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിനോടൊപ്പം പൂർണ്ണമായും, അതായത് നമ്മളെപ്പോഴും പറയാറില്ലേ, ഒരു ആക്ടിവിസ്റ്റ് ചാനൽ എന്നുള്ള നിലയിൽ, ആ ആക്ടിവിസ്റ്റ് ചാനൽ എന്നുള്ള നിലയിൽ സമൂഹത്തോടൊപ്പം അതിൻ്റെ നമ്മൾ സെൽഫ്ലെസ്സായി പൂർണ്ണമായും നിങ്ങൾ ആളുകൾക്കൊപ്പം ഉണ്ടാവും, സാധാരണക്കാർക്കൊപ്പം ഉണ്ടാവും, അടിസ്ഥാന വർഗത്തിനോടൊപ്പം ഉണ്ടാവും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് എപ്പോഴും പൊതുരംഗത്ത് സജീവമായി നിൽക്കുക എന്നുള്ളത്. നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഏഷ്യാനെറ്റിലാണ് ആദ്യം പ്രവർത്തിച്ചത്. ഏഷ്യാനെറ്റിൽ പോയി കഴിഞ്ഞതിന് ശേഷം വാർത്ത വായിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നായി. അപ്പോൾ ഇവിടെ തത്സമയ സംപ്രേഷണം ഇന്ത്യയിൽ അനുവദിക്കാത്ത കാലഘട്ടത്തിൽ, അപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഡൽഹിയിൽ പണിയെടുത്ത കുറച്ച് കാലം ഒഴിച്ച് ബാക്കിയുള്ള കാലങ്ങൾ മുഴുവൻ ഈ ന്യൂസ് റൂമിൻ്റെ ഉള്ളിലാണ്. എനിക്ക് പുറത്തു പോകാനും ഈ ആളുകളുമായിട്ടൊക്കെ ഇടപഴകാനും ഉള്ള ഒരു അവസരം കുറവായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അത് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിനൊരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സാങ്കേതികമായി ഞാൻ ഇപ്പോഴും റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് ഇറങ്ങുന്നതിനെ സാങ്കേതികമായി ഇറങ്ങുന്നു എന്നേ പറയുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു വാർത്താ ചാനലിൻ്റെ ഒരു ഔദ്യോഗിക ഭാരവാഹിത്വം എന്ന് പറയുന്നത് ധാർമ്മികമായി പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് സാങ്കേതികമായി ഇറങ്ങുന്നത്. ഒരു പൊതുപ്രവർത്തനത്തിൽ നമുക്കിപ്പോൾ നമ്മൾ ഇന്നതാകാൻ പോകുന്നു എന്ന് പറഞ്ഞിറങ്ങാൻ നമ്മുടെ മുന്നിലൊന്നുമില്ല. നമുക്ക് പൊതുപ്രവർത്തനത്തിൽ സജീവമാകാൻ കഴിയും എന്നൊരു ആഗ്രഹം മാത്രമാണ് വെച്ചു പുലർത്താൻ സാധിക്കും. Meet the editors.